നമസ്കാരം. മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തന്റേതായ ഒരിടം നിലനിർത്തുന്ന പ്രതിഭാധനയായ അഭിനേത്രിയാണ് ലെന. നായികാ വേഷങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അമ്മയായും സഹോദരിയായും സുഹൃത്തായും വില്ലത്തിയായും ഏത് കഥാപാത്രത്തെയും തന്മയത്തോടെ അവതരിപ്പിക്കാൻ അവർക്ക് അസാധ്യമായ കഴിവുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ഒരു സൈക്കോളജിസ്റ്റായി ജോലി ചെയ്ത ലെന ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് ട്രാഫിക്, സ്പിരിറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാന്നിധ്യമായി മാറി. അഭിനയത്തിന് പുറമെ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ എഴുത്തുകാരിയായും ലെന തന്റെ കഴിവ് തെളിയിച്ചു. അടുത്തിടെ ഗഗൻയാൻ ദൗത്യത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുമായുള്ള വിവാഹം ലെനയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. ഈ മാറ്റങ്ങളെല്ലാം ലെന എന്ന വ്യക്തിയുടെയും അഭിനേത്രിയുടെയും ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തന്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് നടി എയറിലാകാറുമുണ്ട്. ഇപ്പോഴത്തെ പൂർവ്വജന്മങ്ങളെ കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ലെന പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡസ് എന്ന പുസ്തകം എഴുതാമെന്ന് കരുതിയെങ്കിലും ഇത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്ന് ലെന പറയുന്നു. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകം സ്പിരിച്വാലിറ്റിയിലേക്കുള്ള 5 വഴികൾ പറയുന്ന എളുപ്പത്തിലുള്ള ലോജിക്കൽ സിസ്റ്റമാണ്. അതിനിടയിൽ താൻ എന്റെ കഥകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡസ് എഴുതണമെങ്കിൽ അതിൽ എന്റെ ലോജിക് അല്ലാത്തതും റേഷണൽ അല്ലാത്തതുമായ സ്പിരിച്വൽ അനുഭവങ്ങൾ എഴുതണം. എനിക്ക് മുൻ ജന്മങ്ങൾ ഓർമ്മയുണ്ട്. എനിക്ക് 3 രീതിയിലാണ് ഞാൻ പാസ്റ്റ് ലൈഫിനെ കാണുന്നത്. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ ആൾക്കാരെ അത് വഴിതെറ്റിക്കുമോ എന്ന ആശങ്കയുണ്ട്. സ്പിരിച്വാലിറ്റി പേഴ്സണൽ ആണ് ഞാൻ. എന്റെ അനുഭവം പറഞ്ഞാൽ ഇത് കുറെ പേരെ സ്വാധീനിക്കുമോ എന്ന പേടി കൊണ്ട് ആ ബുക്ക് ഞാൻ മുന്നോട്ട് എഴുതുന്നില്ല. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഒരുപാട് പേരെ സ്വാധീനിച്ചു എന്നത് ഇമെയിലുകളിൽ നിന്നും മെസ്സേജുകളിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് കിട്ടിയ ഇമെയിലുകൾ കണ്ടാൽ ഞെട്ടിപ്പോകും. നീണ്ട എസ്സേ പോലെയുള്ള ഇമെയിലുകളാണ്. ഈ പുസ്തകം വായിച്ച ആൾക്കാർ തന്നെ അടുത്തത് വായിക്കുമ്പോൾ എനിക്കും ഇതുപോലെയുള്ള അത്ഭുതകരമായ അനുഭവങ്ങൾ വേണമെന്ന് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പറയും. അതെനിക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മുൻജന്മ അനുഭവങ്ങൾ ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ അവരുടെ മനസ്സ് കള്ളക്കഥ മാനുഫാക്ചർ ചെയ്യും. എന്റെ മുൻ ജന്മത്തിൽ ബാക്കിയുള്ള എക്സ്പീരിയൻസുകളും ഈ ജന്മത്തിൽ ബാക്കി പത്രം എന്നതുപോലെ തീർന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സ്ത്രീ അല്ലായിരുന്നു. 63 വയസ്സുള്ള ബുദ്ധ സന്യാസിയായിരുന്നു. നേപ്പാൾ, ടിബറ്റ് സൈഡിലായിരുന്നു അത്. അതിനു മുൻപ് 29 വയസ്സ് വരെ ജീവിച്ച കാലമുണ്ട്. അത് ഇന്ത്യയിലായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊട്ടയടിച്ച് നേപ്പാളിൽ പോയി 2 മാസം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തത്. പഴയ ജന്മത്തിലെ സ്ഥലങ്ങൾ കാണാൻ ഞാൻ നിന്നില്ല. ജോംസോങ് എന്ന സ്ഥലം കടക്കണം. ഞാനത് കടക്കാതെ ബൈപ്പാസ് ചെയ്ത് പോന്നു. അങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നില്ലായിരുന്നു. മാപ്പിൽ നോക്കിയപ്പോൾ ജോംസാങ് ആണ്. അത് കടന്ന് മാർഫ ആണ് ആ സ്ഥലം. എന്റെ മുൻ ജന്മത്തിലെ ഓർമ്മയിൽ ആദ്യം വന്ന പേരിലാണ് ഞാൻ അവിടെ പോയില്ല എന്നും ലെന പറയുന്നു. എപ്പോഴത്തെ പോലെ തന്നെ നടി പറയുന്നത് ഒന്നും മനസ്സിലാകാതെ കിളിപോയിരിക്കുകയാണ് പ്രേക്ഷകർ.